ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞ ഏത് കൊടിയും പാപിയും യേശുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അവന്റെ പുതിയ മനുഷ്യനാണ്. റെഡി, 1, ശ്രദ്ധിച്ചിരുന്നോളാം. റെഡി, 1, 2, 3, 4. ഏത് പാപിയെയും യേശുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അവന്റെ പാപത്തെ മായിച്ച് അവനൊരു പുത്തൻ മനുഷ്യനാക്കി തീർന്നു. ഇങ്ങനെ അത്ഭുതകരമായ മാറ്റങ്ങളുടെ അടുത്തുണ്ടാകട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്ത ന്യൂസിലേക്ക് കിടക്കാൻ ഒത്തിരി പറയുന്നില്ല. ശ്രദ്ധിച്ചേ, ഇതെന്താ സാധനം എന്നറിയാമോ? എന്താന്ന് പറയാമോ? തോർത്തിന് ഇത്രയും വലിയ ചെവിയും പാലൊക്കെ ഉണ്ടോ? എലിക്ക് ഇത്രയും വലിയ ചെവിയുണ്ടോ? എന്താണ്? മുയലിന് ഇത്രയും വലിയ വാലുണ്ടോ? എന്നാണെങ്കിൽ നിങ്ങളെ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പക്ഷെ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. ഇതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഇത് അടിപൊളി ഒരു തോർത്താണ്. ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചത് ശരിയാണ്. പക്ഷേ വലിയ 2 ചെവിയും പാലും ഒക്കെ ഉള്ളത് മുയലിലാണ്. വാല് ഇത്ര ഉണ്ടോ? ഇല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒത്തിരി പുരോഗമിച്ച കാലമല്ലേ. ക്ലോണിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയുള്ള വാലിനും കാലിനും ഒക്കെ നീളം കൂട്ടാമെന്ന ശാസ്ത്രം കണ്ടുപിടിച്ചേ. അങ്ങനെ ക്ലോണിങ്ങിലൂടെ പുറത്ത് വന്ന് ഇച്ചിരി വാലൊക്കെ ഉള്ള മുയലാണ് സങ്കല്പം. ഈ മുയലിനെ ഞാൻ ഒരു മനുഷ്യനോട് സാമ്യപ്പെടുത്തി. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ അകത്തുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മനുഷ്യനാകത്തുള്ളൂ. പേര് ചിലപ്പോൾ രാമനെന്നും റഹ്മാനെന്നും ജോസെന്നും പൊന്നപ്പനെന്നും തങ്കപ്പനെന്നും തങ്കമ്മെന്നും പൊന്നമ്മെന്നും സ്വർണ്ണമെന്നും ഒക്കെ നല്ല പേരായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുനിന്ന് പോയപ്പോൾ നമുക്കെല്ലാം ഒറ്റ പേരുള്ളൂ. എന്നാ പേരെന്നറിയാം? ആർക്കും ഇഷ്ടമല്ലാത്ത പേര്. എന്നാ പേരെന്നറിയാമോ? ശവം. ആർക്കും ഇഷ്ടമല്ലാത്ത പേരാ. ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ മണ്ണ് മാംസമായി മനുഷ്യനായി ജീവനുള്ള ദേഹിയായി തന്ന ബൈബിൾ പറയുന്നു. ഒരു കാര്യം ഞാൻ എൻ്റെ മൂക്കിൽ ഇച്ചിരി ജീവൻ കൊടുക്കട്ടെ? ഇവിടെ നോക്കിയിരുന്നോണം.
ഒരു രക്ഷയില്ല, ജീവൻ്റെ കേസാ. ഇത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ 140 മെഡിക്കൽ കോളേജ് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? പിടിച്ച് കിട്ടുന്ന മൂക്കിലോട്ട് അന്നേരം ചാടി എഴുന്നേക്കല്ലേ. ഇത് ജീവൻ്റെ കേസാ, ഇച്ചിരി വിലയൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം. ശ്രദ്ധിച്ചേ. ഇവിടെ നോക്കണം. അയ്യോ, നോക്കേ. നോക്കേ, ഏത് യഥാർത്ഥ ജീവനകത്ത് വന്നാൽ ചലിക്കാൻ തുടങ്ങും. നമ്മളൊക്കെ നമ്മളൊക്കെ ചലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? നേരെ നിത്യതയിലേക്കാണ്. ഈ ഒരു കൊച്ചു ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പഠിക്കുക. ഈ ഒരു ജീവിതം തിരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ഇത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. ലഹരിയുടെയോ മറ്റ് മാരകമായ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ശക്തരായി മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര വലിയ ചാട്ടം ചാടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അഴിച്ചു പറിക്കാണ്ടല്ലോ. അതെ, ഇതുപോലെ കുറച്ച് സ്പെയർ പാർട്സ് മാത്രം മിച്ചം വരും. ഇത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ദൈവത്തിനായി കൊടുക്കാം. നമുക്ക് തന്ന എല്ലാ താലന്തുകളെയും കർത്താവിന് വേണ്ടി കൊടുത്ത് നമുക്കധികം നേടുവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എനിക്ക് അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിന് വിരാമം വിടുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച നമ്മുടെ സിസ്റ്റർ, നമ്മുടെ പ്രിയ പേര് വിട്ടുപോയി, സാമ്പ്രദറും എൻ്റെ ഫാമിലിയും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അതുപോലെ എൻ്റെ കൂടെ നമ്മുടെ ബൈബിൾ സ്കൂളിൽ വർക്ക് ചെയ്ത ഒരു ദേവദാസൻ പുറകിലുണ്ട്, സാൻഡോ മാത്യു. അതുപോലെ നമ്മുടെ പ്രിയ 1-2 അംഗന്മാരുടെ ഉണ്ട്. എല്ലാവരെയും ഒരു പ്രാവശ്യം കണ്ടതിൽ ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.